ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർക്കാരിന്റെ പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്രവിഹിതം അനുവദിക്കണമെന്ന് കേരള പ്രവാസി സംഘം. കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് വികസന സദസ്സിലൂടെ സാധിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന കോഴിക്കോടിന്റെ പൊതുസ്വത്തായിരുന്നു PV ഗംഗാധരനെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. കുവൈത്ത് KMCC സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം ചെയ്തു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരള സർക്കാർ നടപ്പാക്കുന്ന പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്രവിഹിതം അനുവദിക്കണമെന്ന് കേരള പ്രവാസി സംഘം ആവശ്യപ്പെട്ടു. ഈ വിഷയം അടിയന്തരമായി പാർലമെന്റിൽ ഉന്നയിക്കാൻ ലോക്സഭ രാജ്യസഭ MPമാർക്ക് നിവേദനം നൽകിയതായി പ്രസിഡന്റ് ഗഫൂർ P. ലില്ലീസ് പറഞ്ഞു. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. കാരണം പ്രവാസികൾ അയക്കുന്ന ഓരോ വിദേശ നാണ്യത്തിന്റെയും ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഞങ്ങൾ ഒരുപാട് തവണ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സഹായം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ തൊട്ടടുത്ത ആഴ്ചകളിലായിക്കൊണ്ട് ഞങ്ങൾ കേരള സംസ്ഥാനത്തെ മൊത്തം ജില്ലകളിൽ ഈ പൊതുസമൂഹത്തിനെ ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ജാഥകളെല്ലാം ജില്ലയിൽ നടന്നു. പ്രവാസികളിൽ നിന്നും പിരിച്ചെടുത്ത എമിഗ്രേഷൻ ക്ലിയറൻസ് ഫണ്ട്, വിദേശത്ത് ദുരിതത്തിലായവരെ സഹായിക്കാനുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്നിവ ക്ഷേമത്തിനായി ഉപയോഗിക്കാതെ പൂഴ്ത്തിവച്ചിരിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് കേരള പ്രവാസി സംഘം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഈ ഫണ്ടുകളിൽ നിന്നും കേരള പ്രവാസി ക്ഷേമനിധിക്ക് വിഹിതം നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി, ജില്ലാ സെക്രട്ടറി CB ഇക്ബാൽ, ജില്ലാ പ്രസിഡന്റ് സജീവ് കുമാർ എന്നിവരും സംബന്ധിച്ചു. പക്ഷെ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടക്കുന്നില്ല. ഇന്ത്യയിൽ ഇതിന് പഠനം നടത്തേണ്ട ഒട്ടേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇന്ത്യൻ സെൻട്രൽ മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ ICM പോലെയുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ രാജ്യത്തെ ഗവൺമെന്റിന് ഉപദേശം നൽകേണ്ട വിഭാഗങ്ങൾ പ്രവർത്തിച്ചിട്ട് പോലും ഇന്ന് വരെ അത്തരത്തിലൊരു പഠനം പ്രവാസി വരുമാനം ഈ രാജ്യത്ത് ഉണ്ടാക്കി തരുന്ന നേട്ടങ്ങളെക്കുറിച്ച്. ന്യൂസ് ബ്യൂറോ. കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് ആവശ്യമെന്നും അതിനുള്ള പദ്ധതികൾ ഒരുക്കാൻ വികസന സദസ്സിലൂടെ സാധിക്കുമെന്നും ലിൻഡോ ജോസഫ് MLA. മുക്കം നഗരസഭ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മലയോര മേഖലയുടെ പ്രവേശന കവാടമായ മുക്കത്തിന്റെ സമഗ്ര വികസന കാഴ്ചപ്പാടുകളും നേട്ടങ്ങളും ചർച്ച ചെയ്ത് മുക്കം നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ വികസന സദസ്സിലൂടെ സാധിക്കുമെന്ന് MLA പറഞ്ഞു. സമസ്ത മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നു. എന്തിനുണ്ടാകുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിച്ചൊരു കാലഘട്ടത്തിലൂടെയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ടാണ്. മലയോര മേഖലയുടെ മലയോര ഹൈവേയും തീരദേശ മേഖലയുടെ തീരദേശ ഹൈവേയും കേരളത്തിന്റെ നടുവിലൂടെ ദേശീയപാതയും ആ യാഥാർത്ഥ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാടിനെ വളർത്താൻ സഹായകരമായി മാറുന്നത്. ഇനിയും വളരണം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് മത്സരിക്കാനല്ല നമ്മുടെ നാട് പ്രാപ്തമാക്കുന്നത്. മുക്കത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, CDS ചെയർപേഴ്സൺമാർ, നീന്തിവ മക്കളെ പദ്ധതി ബ്രാൻഡ് അംബാസഡർ റന ഫാത്തിമ, വിവിധ പദ്ധതികൾക്കായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയവർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. മുക്കം നഗരസഭ ആവിഷ്കരിച്ച സമഗ്ര GIS മാപ്പിംഗ് സംവിധാനമായ ദൃഷ്ടി പദ്ധതിയുടെ ഉദ്ഘാടനം, സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങളുടെ അവതരണം,
ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കൽ, ചർച്ച എന്നിവയും ചടങ്ങിൽ നടന്നു. പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി വിനോദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സത്യനാരായണൻ, വി. കുഞ്ഞൻ, പ്രജിത പ്രദീപ്, മുനിസിപ്പൽ സെക്രട്ടറി എ. കൃഷ്ണഗോപാൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന കോഴിക്കോടിന്റെ പൊതു സ്വത്തായിരുന്നു PV ഗംഗാധരൻ എന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി നടത്തിയ PV ഗംഗാധരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ PV ഗംഗാധരൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഹൃദയവും തമ്മിലുള്ള ബന്ധമായിരുന്നു PVജിയുമായി ഉള്ളതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സാധാരണക്കാരുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം എത്തിപ്പെട്ടു. ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറക്കാത്ത സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു PVജി എന്നും അദ്ദേഹം പറഞ്ഞു. മഹത്വം, മനുഷ്യന്റെ മഹത്വം എന്താ? മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ മഹത്വമാണ്. അധികാരം ഒരു ലഹരിയാണ്. അധികാരത്തിൽ കയറുന്ന ആൾക്കാർക്ക് ആ ലഹരിയിൽ നിന്ന് വിമുക്തരാകാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാണ് പലപ്പോഴും വർത്തമാന കാലഘട്ടത്തിൽ രാജനൈതിക പ്രസ്ഥാനങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ട് സേവനം ചെയ്യേണ്ട മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും ഒരുപാട് ആന്തരിക സംഘർഷങ്ങളും പറയാൻ പറ്റാത്ത കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഈ ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ആരാണ് പരമാധികാരി? ജനങ്ങളാണ് പരമാധികാരി. ആ പരമാധികാരികളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കുന്നവരാണ്. ഞാൻ പറയും, ദൈവത്തെ നെഞ്ചിലേറ്റിയ മനുഷ്യരായി നമുക്കവരെ കാണാനായിട്ട് സാധിക്കും. ആത്മീയത കർമ്മമാർഗത്തിലുടനീളം കാണാവുന്ന ഒരാളായി, അതിൻ്റെ മുഖമുദ്രയായി മനുഷ്യസേവനമാണ് ഏറ്റവും വലിയ മതം, പൊതു നന്മയാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് PVജിയെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എ മെൻ ഓഫ് വിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. എ മെൻ ഓഫ് ഗോൾഡൻ ഹാർട്ട്, ഒരു ഹൃദയം അതാണ്. UDA പ്രസിഡന്റ് ഡോക്ടർ K. മൊയ്തു അധ്യക്ഷനായി. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. VP മാധവൻ നായർ, LC സുകുമാരൻ, M. രാജൻ, KS വെങ്കിടാചലം, PP ജയരാജൻ, വിജയൻ കാരന്തൂർ, UDA ജനറൽ സെക്രട്ടറി M. ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച PVജി അനുസ്മരണ ഗാനം മേഘ്നാലാൽ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in nothing flavors. Bobby Chamanur International Jeweler. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമുമായി മൈജിയുടെ എപ്പിക് ഷോറൂം കോഴിക്കോട് തൊണ്ടയാട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ഈ ചടങ്ങിലേക്ക് വന്ന് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്ത നല്ലവരായ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. ഇത് ശരിക്കും മൈജിയുടെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പിക് ഷോറൂം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിലേക്കുള്ള എല്ലാ അപ്ലയൻസുകളും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള, അത് അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം. എനിക്കൊന്നും അത് ആദ്യമായിട്ടാണ്
ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ ഇല്ലാത്ത ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തൊണ്ടയാട് മൈജി ഫ്യൂച്ചറിലുള്ളത്. സോ കം ആൻഡ് എൻജോയ്, കം ആൻഡ് എക്സ്പീരിയൻസ് the epic shopping level experience from MyG Future Showroom at Kozhikode തൊണ്ടയാട്. എല്ലാവരും വന്ന് സ്വയം ആസ്വദിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുവൈത്ത് KMCC സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സലാമിൽ നിന്നും മുസ്ലിം ലീഗ് വെസ്റ്റ് മാങ്കാവ് ശാഖാ പ്രസിഡന്റ് ഫൈസൽ MP സെക്യൂരിറ്റി സ്കീം ഫണ്ട് ഏറ്റുവാങ്ങി. കുവൈത്ത് KMCC അംഗമായിരിക്കെ മരണപ്പെട്ട കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വ്യക്തിയുടെ കുടുംബത്തിന് നൽകുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം കോഴിക്കോട് ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മാങ്കാവ് ശാഖാ പ്രസിഡന്റ് ഫൈസൽ MP PMA സലാമിൽ നിന്നും സെക്യൂരിറ്റി സ്കീം ഫണ്ട് ഏറ്റുവാങ്ങി. അങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന KMCCയുടെ പ്രവർത്തകർക്ക് പലരും ഈ സേവനം കിട്ടുന്നവരേക്കാൾ പാവപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ 10,000-ഓളം ബൈത്തുറഹ്മകൾ കേരളത്തിന് പുറത്തുവച്ച് കൊടുത്തു. ഈ ബൈത്തുറഹ്മക്ക് പണം ഉണ്ടാക്കി തരുന്ന പല KMCC പ്രവർത്തകർക്കും സ്വന്തമായി വീടില്ലാത്തവരാണ്. നിങ്ങൾ CS സെൻ്ററിനും ഷിയാബ്ദങ്ങൾ സെൻ്ററിനും ഒക്കെ കക്കപ്പഴിഞ്ഞ് പണം കൊടുക്കുന്നു പാവപ്പെട്ടവരുടെ ചികിത്സക്ക്. പക്ഷെ സ്വന്തം വീട്ടിലെ മാതാപിതാക്കളും ബന്ധുക്കളും ചികിത്സക്ക് പണമില്ലാത്ത ഒരുപാട് പ്രവാസികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം നിങ്ങളുടെ വിഷമങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. കുവൈത്ത് KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി അധ്യക്ഷനായിരുന്നു. കുവൈത്ത് KMCCയുടെ മരണപ്പെട്ട ആളുകൾക്കുള്ള സെക്യൂരിറ്റി സ്കീം വിതരണമാണ്. അത് മരണപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മെമ്പർമാർക്ക് 5 ലക്ഷം രൂപ KMCCയുടെ പ്രവർത്തകരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സംരംഭമാണ് കുവൈത്ത് KMCC സെക്യൂരിറ്റി സ്കീം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, വൈസ് പ്രസിഡന്റ് NC അബൂബക്കർ, മുൻ MLA VM ഉമ്മർ, കുവൈത്ത് KMCC ഉപദേശക സമിതി അംഗം ഇബ്രാഹിം കൊടക്കാട്, മുസ്ലിം ലീഗ് നേതാക്കളായ സഫറി, മുഹമ്മദ് അലി K, നവാസ് മൂഴിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം നേതാക്കളായ യൂസഫ് പൂനൂർ, അബ്ദുള്ള വാവാട്, നാസർ അരിയിൽ, കുവൈത്ത് KMCC ജില്ലാ സെക്രട്ടറി VTK മുഹമ്മദ്, ജില്ലാ പ്രവർത്തക സമിതി അംഗം ജമാലുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹം നിലനിൽക്കുന്നത് കവിതകളിലൂടെയാണെന്നും പാലൂരിന്റെ കവിതാശൈലി പുതിയ തലമുറയിൽപ്പെട്ട ആരും അനുകരിച്ചില്ലെന്നും പ്രൊഫസർ ജോബ് കാട്ടൂർ. കവി MN പാലൂർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. താളിയോല സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കവി MN പാലൂർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രൊഫസർ ജോബ് കാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. സമൂഹം നിലനിൽക്കുന്നത് കവിതകളിലൂടെയാണെന്നും പാലൂരിന്റെ കവിതാശൈലി പുതിയ തലമുറയിൽപ്പെട്ട ആരും അനുകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കവി MN പാലൂരിന്റെ 7ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് നൽകുന്ന താളിയോല പുരസ്കാരവും അദ്ദേഹം സമർപ്പിച്ചു. തിക്തമായ ജീവിതാനുഭവങ്ങൾ കാവ്യഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത കവിയാണ് MN പാലൂരെന്ന് കവി PP ശ്രീധരനുണ്ണി അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച കവിതാരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച തിരുവനന്തപുരം മണക്കാട് നാഷണൽ കോളേജിലെ മൈഥിലി DS, 2ാം സ്ഥാനം നേടിയ കുന്നമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അഞ്ജലി ET, കാലടി ശങ്കരാചാര്യ സംസ്കൃത കോളേജിലെ E ആദർശ് എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ചടങ്ങിൽ സമിതി പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷനായിരുന്നു. മോഹനൻ പുതിയോട്ടിൽ, PT നിസാർ, ശ്രീജ ചേളന്നൂർ, അനന്തൻ C, പത്മനാഭൻ വേങ്ങേരി, വിജയൻ ചേളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. MS സുധീരൻ, അഞ്ജലി ET, ആദർശ് E എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. GST ഇളവിന്റെ പ്രയോജനം എല്ലാ വിഭാഗക്കാർക്കും ലഭിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. ഇതു സംബന്ധിച്ച നിവേദനം GST ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ നൽകിയതായി സംസ്ഥാന പ്രസിഡന്റ് C ചാക്കുണ്ണി പറഞ്ഞു. നിവേദനത്തിലെ ആവശ്യങ്ങൾ പരിശോധിച്ച് അടുത്ത GST കൗൺസിൽ യോഗത്തിൽ പരിഗണിക്കുന്നതിനായി സമർപ്പിക്കാമെന്നും കമ്മീഷണർ തലത്തിൽ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചതായി
CGDA പ്രസിഡന്റ് ഷവലിയാർ സി ചാക്കുണ്ണി പറഞ്ഞു. ടെക്സ്റ്റൈൽസ്, പാദരക്ഷ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് MRPയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നികുതികൾ ചുമത്തുന്നതും മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടത്ര സമയം നൽകാതെ ഒക്ടോബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുത്തിയതും നികുതിദായകർ, സേവനദാതാക്കൾ, ഉപഭോക്താക്കൾ എന്നിവർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും പ്രയാസം സൃഷ്ടിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി ചാക്കുണ്ണി, സെക്രട്ടറി ജിഒ PJ, വൈസ് പ്രസിഡന്റ് KC ജോബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്ട് ടാക്സസ് ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഫറാസ് സക്കറിയ IRS, അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു K ജേക്കബ് IRS എന്നിവർക്ക് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛൻ്റെ ഒരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. രാമനാട്ടുകര ദേശീയപാതയിൽ പാറമ്മലിൽ അടിപ്പാത നിർമ്മിക്കാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് പാറമ്മൽ പുതുക്കോട് അണ്ടർപാസ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസദസ്സ് നടത്തി. TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വന്നതോടെ പാറമ്മൽ മേഖലയിൽ ഉടലെടുത്ത യാത്രാ ദുരിതം പലവട്ടം അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്ത NHAI അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ജനസദസ്സ് നടത്തിയത്. TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പേരിൽ ദുരിതത്തിലാകുന്ന ഒരു സന്ദർഭം വന്നു. അന്ന് മുതൽ നമ്മൾ അണ്ടർപാസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും നമ്മൾ സമരമുഖത്താണ്. ഈ നാട്ടിലെ പ്രദേശത്തുകാർ പ്രത്യക്ഷത്തിൽ അവർക്കാണ് പ്രത്യേകിച്ച് നമ്മുടെ പാറക്കൽ LP സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന വഴി, സാധാരണക്കാരായ ആളുകൾക്ക് അപ്പുറം ഇപ്പുറം പോകാനുള്ള വഴി, ഇതെല്ലാം ഇവിടെയുള്ള ജനങ്ങളുടെ മാത്രം പ്രശ്നമാണ്. പക്ഷേ ഇതുവഴി യാത്ര ചെയ്യുന്ന മറ്റാളുകൾക്ക് കൂടി ഇതിൻ്റെ ഇൻഡയറക്റ്റ് ഗുണഭോക്താക്കളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്ര ഗൗരവമേറിയ ഒരു വിഷയം ജനകീയ പ്രശ്നമാണ്. ആ ജനകീയ പ്രശ്നം അതിൻ്റെതായ ഗൗരവത്തിലും അർത്ഥത്തിലും ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും. വാഴയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TP വാസുദേവൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PKC അബ്ദുറഹ്മാൻ, കൺവീനർ K കൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ K ജിജേഷ്, AV അനിൽകുമാർ, M വാസുദേവൻ എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാധ്യമ ന്യൂസ് എഡിറ്ററും KUWJ നേതാവുമായിരുന്ന N രാജേഷിന്റെ സ്മരണാർത്ഥം മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ ഏർപ്പെടുത്തിയ 5ാമത് N രാജേഷ് പുരസ്കാരം പ്രമുഖ സ്വതന്ത്ര ഓൺലൈൻ മാധ്യമ സ്ഥാപനമായ ദി വയറിന്. പുരസ്കാരം ഒക്ടോബർ 21 കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ സമർപ്പിക്കും. അകാലത്തിൽ നമ്മൾ വിട്ടുകഴിഞ്ഞ N രാജേഷിന്റെ സ്മരണക്കായിട്ട് മാധ്യമ ജേർണലിസ്റ്റ് യൂണിയൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എല്ലാ വർഷവും അവാർഡ് നൽകാറുണ്ട്. കേരളത്തിൽ തന്നെ പറയപ്പെടുന്ന സ്വീകാര്യമായ വിശ്വാസ്യതയുള്ള ഒരു അവാർഡായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇത്തവണ ഒക്ടോബർ 21 ചൊവ്വാഴ്ചയാണ് അവാർഡ് ദാനം. ദ വയർ എന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സജീവമായിട്ടുള്ള ഓൺലൈൻ ന്യൂസ് ആൻഡ് അനാലിസിസ് പോർട്ടലാണ് ദ വയർ. ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വയറിനാണ് ഇത്തവണ രാജേഷ്
സ്മാരക മാധ്യമ അവാർഡ്. നിർഭയവും അന്വേഷണാത്മകവുമായ മാധ്യമ പ്രവർത്തനത്തിലൂടെ വേറിട്ട മാധ്യമ സംസ്കാരത്തിന് ദി വയർ വഴി തുറന്നെന്നും അതിനുള്ള അംഗീകാരമായാണ് പുരസ്കാരം നൽകുന്നതെന്നും MJU ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10 വർഷമായി പ്രവർത്തിക്കുന്ന ദി വയർ പോർട്ടൽ മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിച്ച വാർത്തകളെയും സംഭവങ്ങളെയും പൊതുജന ചർച്ചയ്ക്കായി തുറന്നുവച്ചു. അതുവഴി ഭരണകൂട വേട്ടയ്ക്കും പലകുറി ഇരയായി. ഈ മാധ്യമ സ്ഥാപനത്തോടുള്ള MJUവിന്റെ ഐക്യദാർഢ്യ പ്രഖ്യാപനം കൂടിയാണ് പുരസ്കാരമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 25,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ 21 കോഴിക്കോട് അളകാപുരി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ N. ഷംസീർ സമർപ്പിക്കും. ദി വയർ ഡയറക്ടറും സ്ഥാപക പത്രാധിപരിൽ ഒരാളുമായ MK വേണു പുരസ്കാരം ഏറ്റുവാങ്ങും. വാർത്താ സമ്മേളനത്തിൽ മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് M. ഫിറോസ് ഖാൻ, സെക്രട്ടറി സുൽഹഫ്, ട്രഷറർ M. ബിജുനാഥ്, വൈസ് പ്രസിഡന്റ് AV ഷെറിൻ, പുരസ്കാര സമിതി കൺവീനർ PP ജുനൂബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൈജി ഓണം മാസോണം സീസൺ 3 അവസാനഘട്ട നറുക്കെടുപ്പ് നടത്തി. കോഴിക്കോട്ട് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി, MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, PTA റഹീം, കൗൺസിലർ V. പ്രസന്ന എന്നിവർ ചേർന്ന് നറുക്കെടുത്തു. 45 ദിവസം കൊണ്ട് 175 ബമ്പർ സമ്മാന ജേതാക്കളെയും സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ 2 ലക്ഷത്തിൽ പരം വിജയികളെയും സൃഷ്ടിച്ച മൈജി ഓണം മാസ് ഓണം സീസൺ 3 പദ്ധതി അവസാനിച്ചു. 25 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും അവതരിപ്പിച്ച പദ്ധതിയുടെ അവസാനഘട്ട നറുക്കെടുപ്പ് കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷനിലെ പുതിയ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, കോട്ടയം MC റോഡിലെ പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം, കണ്ണൂർ താണയിലെ മൈജി ഫ്യൂച്ചർ ഷോറൂം എന്നിവിടങ്ങളിൽ ഒരേ സമയമാണ് നടന്നത്. കോഴിക്കോട്ട് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി, MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, PTA റഹീം, വാർഡ് കൗൺസിലർ V. പ്രസന്ന എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അൻസിൽ ഷാജി 8848496328. അതുൽ രാമകൃഷ്ണൻ മൊബൈൽ നമ്പർ 6362637647. കണക്ട് ചെയ്തുകൊണ്ട് അതുലിനെ ഒന്ന് കണക്ട് ചെയ്യാണ്. ഒരു കാര്യമുണ്ട് അതുൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വിളിക്കാൻ കാരണം. മൈജി ഓണം മാസോണം സീസൺ 3 എൻ്റെ കേരളത്തിലെ എല്ലാ കസ്റ്റമേഴ്സിനും നെഞ്ചിലേറ്റിയ ഒരു ഓണായിരുന്നു. 1600 കോടിയിലധികം വിറ്റുവരവാണ് ഈ 3 മാസം കൊണ്ട് ഞങ്ങൾ നടത്തിയത്. കാരണം മൈജി അത്രത്തോളം കസ്റ്റമേഴ്സ് ജനങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഞങ്ങളുടെ 20 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ റെക്കോർഡ് സെയിലാണ് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത്. കോട്ടയത്തെ നറുക്കെടുപ്പ് കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ഗീവർഗീസ് മാർ അപ്രീം, കോട്ടയം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കണ്ണൂരിലെ നറുക്കെടുപ്പ് കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സർക്കാരിന്റെ പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്രവിഹിതം അനുവദിക്കണമെന്ന് കേരള പ്രവാസി സംഘം. കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് വികസന സദസ്സിലൂടെ സാധിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന കോഴിക്കോടിന്റെ പൊതുസ്വത്തായിരുന്നു PV ഗംഗാധരനെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. കുവൈത്ത് KMCC സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.